അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ദീർഘവർഷങ്ങളായി സഞ്ചരിച്ച സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്റെ ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ PI അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിൽ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിനായി അവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകാൽ അരോമ ടി വിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു അവസരം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി നൽകി തന്നതിൽ എൻ്റെ വ്യക്തിപരമായ ഹൃദയംഗമായ നന്ദിയെ ഞാൻ പ്രാരംഭമായിട്ട് പ്രകാശിപ്പിക്കുകയാണ്. പിന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് കർത്താവിന്റെ ദാസനിവിടെ വിളിക്കുകയുണ്ടായി. സെബാസ്റ്റ്യൻ PI എന്നാണ് എൻ്റെ പേര്. എൻ്റെ ജന്മനാട് കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന ഒരു ചെറിയ പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ വളരെ കൃഷിപ്പണിക്കാരായ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായ മാതാപിതാക്കളായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. എനിക്ക് 3 സഹോദരന്മാരും 2 സഹോദരിമാരുമാണ് ഉള്ളത്. 6 മക്കളിൽ 5ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, വളരെ ദാരിദ്ര്യം നിറഞ്ഞ, അല്ലെങ്കിൽ വളരെ ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ ബാല്യകാലത്തിലൊക്കെ ഞാൻ വളർന്നു വരുവാൻ ഇടയായി തീർന്നത്. എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കുവാൻ ബുദ്ധി കുറവുള്ള, അല്ലെങ്കിൽ ബുദ്ധി കുറവെന്നല്ല, പഠിക്കാൻ വളരെ പിന്നോക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇളയ സഹോദരി, എൻ്റെക്കാൾ 2.5 വയസ്സിന് താഴെയുള്ള ആളാണ് എൻ്റെ ഇളയ സഹോദരി. എൻ്റെ ഇളയ സഹോദരി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ 10ാം ക്ലാസ്സിൽ എഴുതുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് എൻ്റെ അരോമ ടി വി പ്രേക്ഷകർക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുടുംബ പശ്ചാത്തലം പറഞ്ഞത്, ഞങ്ങളൊരു CSI കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സൺഡേ സ്കൂളുകൾക്ക് പോവുകയും പള്ളിയിൽ ആരാധനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. CSI പള്ളിയിലെ കൊയറിലെ അംഗമായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ 3 ജ്യേഷ്ഠ സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ എല്ലാവരും തന്നെ തികഞ്ഞ മദ്യപാനികളായ സഹോദരന്മാരായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ ഞാനും വളർന്നു വരുവാനിടയായി തീർന്നു. പറഞ്ഞാൽ ഞാൻ യേശു കർത്താവിനെ അറിയുന്നതിന് മുൻപ് എൻ്റെ ജ്യേഷ്ഠന്മാർ പോയ ആ പാത പിന്തുടർന്ന് ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനത്തിനും പുകവലിക്കും അങ്ങനെയുള്ള ജീവിത രീതികളിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ആദ്യത്തെ
10ാം ക്ലാസ് എഴുതിയ സമയത്ത് തോറ്റുപോയി. രണ്ടാമത് വീണ്ടും ഞാൻ SLC എക്സാം എഴുതി. രണ്ടാമത്തെ പ്രാവശ്യമാണ് കഷ്ടിച്ച് ജയിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹം കോളേജിൽ പോകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കോളേജിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ 3 ജ്യേഷ്ഠന്മാരും മദ്യപാനികളായ അല്ലെങ്കിൽ മദ്യപാനത്തിലും ഒക്കെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീയെങ്കിലും ആ നിലയിലായി തീരരുത്. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു ബൈബിൾ സ്കൂളിൽ പോകണം എന്ന് പറയാൻ ഇടയായി. സാധാരണ നമുക്കറിയാം, ഒരു ബൈബിൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ, ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ നിലയിൽ ദൈവവേലയോടുള്ള ബന്ധത്തിലുള്ള ഒരു സമർപ്പണവും താല്പര്യമുള്ള ആളുകളാണ് ദൈവവചനം പഠിക്കുവാൻ വേണ്ടി ബൈബിൾ സ്കൂളിലേക്ക് സാധാരണഗതിയിൽ പോകുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതാനുഭവങ്ങൾ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു അമ്മാവൻ, എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള, അവർ കുടുംബമായി പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. അപ്പോൾ എൻ്റെ അമ്മാവനോട് പറഞ്ഞു, അവനെ എവിടെയെങ്കിലും ഒരു ബൈബിൾ സ്കൂളിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മാവൻ പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് അമ്മാവന്റെ പരിചയത്തിൽ ഒരു സഹോദരനോട് പറഞ്ഞ് 1993 ഞാലിക്കണ്ടം എന്ന് പറയുന്ന, തിരുവല്ലയ്ക്കടുത്ത് കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഞാലിക്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ബൈബിൾ സ്കൂളുണ്ട്. അവിടെ എനിക്കൊരു അഡ്മിഷൻ ശരിയാക്കുവാൻ ഇടയായി തോന്നുന്നു. അപ്പോൾ ഈ ബൈബിൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ വ്യക്തിപരമായി യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയോ, രക്ഷിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുകയോ, സ്നാനപ്പെടുകയോ, ആ നിലയിൽ ദൈവവേലയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യമോ അറിവോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞ ഒരു നിബന്ധനയുണ്ട്. അമ്മയോട് പറഞ്ഞ ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാം, പക്ഷെ ഒരിക്കലും ഞാൻ ഒരു പെന്തക്കോസ്തിലേക്കോ ഒരു പാസ്റ്ററായിട്ടോ ഒരു സുവിശേഷ വേലയ്ക്കായിട്ടോ ഞാൻ പോകുകയില്ല. അമ്മയുടെ സന്തോഷത്തിന്, അമ്മയുടെ വാക്കിനെ അനുസരിച്ച് ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായി ഒരു രക്ഷയുടെ അനുഭവം ഉണ്ടായിട്ടില്ല. ആരും വ്യക്തിപരമായി അങ്ങനെ ഒരു സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. ഒരു മാനസാന്തരത്തിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ബൈബിൾ സ്കൂളിൽ പോകുന്നതിന്റെ തലേ ദിവസം വരെയും ചെയ്തു പോന്നതായ എല്ലാ പാപപ്രവൃത്തികളും, മദ്യപാനവും, പുകവലിക്കുകയും, സിനിമ കാണാൻ പോവുക, അതെല്ലാം ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് അതിൻ്റെ അടുത്ത ദിവസമാണ് പോകുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ദൈവവചന പഠനവും അവിടെയുള്ള ആത്മീയ അന്തരീക്ഷവും എൻ്റെ കൂടെ അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാരുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുവാനിടയായിത്തു. ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോയ ആ വാക്കുകൾ, എൻ്റെ അമ്മയോട് പറഞ്ഞ വാക്കുകൾ, അത് തികച്ചും ജീവിതത്തിലെ അന്വർത്ഥമാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ദൈവവേല ചെയ്യില്ല, പെന്തക്കോസ്തിൽ പോവില്ല, സുവിശേഷ വേല ചെയ്യില്ല. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ അമ്മയോട് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് ദൈവവചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആകമാനമായി മൊത്തത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക്
ദൈവം എന്നെ നടത്തുവാൻ ഇടയായി തീർന്നു. അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരോട് ഒപ്പമുള്ള പാർക്കലുകൾ, അവിടെ താമസിച്ചുള്ള കാര്യങ്ങള്, ആരാധന, പ്രഭാതത്തിൽ എഴുന്നേറ്റുള്ള പ്രാർത്ഥന. ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഈ 66 പുസ്തകക്രമം പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കാര്യം CSI പശ്ചാത്തലത്തിൽ ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് എങ്കിൽ പോലും ആ നിലയിൽ ദൈവവചനവുമായി ബന്ധമില്ലാതെ ഇരുന്നത് കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് പൊതുവേദിയിൽ അറിയില്ലായിരുന്നു. ദൈവവചന പുസ്തകം ക്രമം പറയുമ്പോൾ അത് എടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. പല പ്രവചന പുസ്തകങ്ങളും ഒക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പൊതുവിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം എനിക്ക് അതൊന്നും ഒരു ശീലം ഉണ്ടായിരുന്നില്ല. സാക്ഷ്യം പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അവിടെ ചെന്ന ദൈവം അതെല്ലാം എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ഞാൻ അവിടെ വെച്ച് ബൈബിൾ സ്കൂളിൽ വെച്ചാണ് സത്യത്തിൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം, സാധാരണ എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷ വേലയോടുള്ള കാഴ്ചപ്പാടോടുകൂടെയാണ് ദൈവവേല വചനം പഠിക്കുവാൻ വേണ്ടി ബൈബിൾ സ്കൂളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള യാതൊരു അനുഭവങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ബൈബിൾ സ്കൂളിൽ വെച്ച് 1993 ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിന് മാനസാന്തരം ഉണ്ടായി. ഞാൻ കണ്ണുനീരോടുകൂടെ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. 1 വർഷം ഞാൻ ദൈവവചനം പഠിച്ചതിന് ശേഷം ഞാൻ യേശു കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ, സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യില്ല, എന്താകില്ല എന്ന് പറഞ്ഞോ അത് ഞാൻ തിരുത്തി പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇനിയും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ഒരു സുവിശേഷകനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ഇടയായി. മാത്രമല്ല, ഫസ്റ്റ് ഇയർ പഠനം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യ എവരി ഹോം ക്രൂസൈഡ് എന്ന് പറയുന്ന സുവിശേഷ സംഘടനയോടുള്ള ബന്ധത്തിൽ ഒരു ആപ്ലിക്കേഷൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഇടയായി. ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിൽ നിന്ന് എനിക്ക് അവിടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാനുള്ള ഒരു കത്ത് വന്നു. അങ്ങനെ ഞാൻ 94 സെക്കൻഡ് ഇയർ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കോട്ടയത്തുള്ള ചാലുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എവരി ഹോം ക്രൂസൈഡിന്റെ ആ ഇന്റർവ്യൂവിൽ പോയി പങ്കെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് പോയി. ചില ആഴ്ചകൾ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കാർഡ് വന്നു. താങ്കളെ എവരി ഹോം ക്രൂസൈഡിൽ സുവിശേഷ വേലയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. 1 മാസത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് വന്നു, ഒരു കാർഡ് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ പഠനം പൂർത്തീകരിക്കാതെ ഞാൻ 94 ഒരു ജൂലൈ മാസത്തിലാണ് എവരി ഹോം ക്രൂസൈഡിലേക്ക് ഈ ട്രെയിനിങ്ങിനായിട്ട് ഞാൻ കടന്നുപോയി. 1 മാസത്തെ പഠനത്തിന് ട്രെയിനിങ്ങിന് ശേഷമാണ് 94 ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. അതാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനുണ്ടായ എൻ്റെ ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും, ഞാൻ രക്ഷിക്കപ്പെടുവാനുണ്ടായ സാഹചര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ 94 ആദ്യമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു വന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ 94 കടന്നു വന്നു. ഏകദേശം 2002 വരെയുള്ള കാലഘട്ടം ഞാൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിനോട് ചേർന്ന് പല സ്ഥലങ്ങളിൽ, പല ജില്ലകളിൽ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലായി സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. 2000 ഞാൻ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത്. 2000 ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീർന്നു. എൻ്റെ ഭാര്യയുടെ പേര് ലത മേരി എന്നുള്ള കർത്താവിൻ്റെ ദാസിയാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം ദാനമായിട്ട് നൽകി. എൻ്റെ മൂത്തത് മോനാണ്. മോൻ്റെ പേര് സ്റ്റെഫിൻ പി സെബാസ്റ്റ്യൻ എന്നാണ്. അദ്ദേഹം ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ജോലിയിലായിരുന്നു. ഇപ്പോൾ
2 വർഷം തികഞ്ഞു. അദ്ദേഹം റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ രണ്ടാമത്തത് എനിക്ക് മോളാണ്. മൂന്നാമത്തത് മോളാണ്. രണ്ടാമത്തെ മോള് ഡിഗ്രി കഴിഞ്ഞു. അവളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹവും താല്പര്യവും ചെറുപ്പം മുതൽ അവളുടെ ആഗ്രഹമായിരുന്നു ഒരു സിവിൽ സർവീസ് എക്സാം എഴുതണം. ആ നിലയിൽ ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ, കുഞ്ഞ് പ്രായത്തിൽ മുതലേ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് അവൾ ഞങ്ങള് പാർക്കുന്ന കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂമില് അത് എഴുതി വെച്ച് ചെറുപ്പം മുതൽ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മോള് സിവിൽ സർവീസിന് വേണ്ടിയുള്ള കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് മോളാണ്. മൂന്നാമത്തെ മോള് ഡിഗ്രി 3rd ഇയർ BBA എന്ന ആ കോഴ്സ് ചെയ്ത് എൻ്റെ ഫൈനൽ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. വൈഫ് വീട്ടിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽപ്പാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇതാണ്. എൻ്റെ ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പലതും പങ്കുവയ്ക്കുവാനുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത 2 കാര്യങ്ങളാണ് ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ അരോമ TV പ്രേക്ഷകരുമായി പങ്കുവെക്കുവാനിടയായി തീർന്നത്. ഞാൻ തനിച്ച്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ ആരും തന്നെ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടില്ല. ഞാൻ മാത്രമേ എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുള്ളൂ. എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. എനിക്ക് 3 ജ്യേഷ്ഠന്മാരും 2 സഹോദരിമാരും ഇപ്പം നിലവിൽ അവര് കോട്ടയത്ത് പല ഭാഗങ്ങളിലായിട്ട് അവർ പാർക്കുന്നു. കുടുംബവുമായിട്ട് നല്ല വ്യക്തിപരമായ സ്നേഹബന്ധമാണ് സഹോദരന്മാരുമായിട്ടും ഒക്കെ എനിക്കുള്ളത്. എപ്പോഴും വീട്ടിൽ കടന്നു പോവുകയും അവരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ ആയിരിക്കും. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഒന്ന് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 94 മുതൽ 2002 വരെയുള്ള സമയം ഇന്ത്യ എവരിഹോം ക്രൂസിനോടുള്ള ബന്ധത്തിൽ സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു. 2000 എൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം 2002 ചർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെ ഒരു ആഗ്രഹം തരികയും താല്പര്യം നൽകുകയും 2002 എവരിഹോം ക്രൂസിൽ റിസൈൻ ചെയ്ത് ചർച്ച് മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങുവാനിടയായി. അങ്ങനെ 2002 മുതൽ 2007 വരെയുള്ള സമയം ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷമായിട്ട് 2007 ഞാൻ പാലക്കാട് ജില്ലയിലേക്ക്, ഞാൻ എവരിഹോം ക്രൂസിനോടുള്ള ബന്ധത്തിൽ 94 ഞാൻ വന്ന ആ ദേശത്തേക്ക് തന്നെ എനിക്ക് ചർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. 1997 ഞാൻ എവരിഹോം ക്രൂസിലായിരുന്ന സമയത്ത് താമസിച്ച് പ്രവർത്തിച്ച ഒരു പഞ്ചായത്താണ് കുത്തന്നൂർ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലുള്ള ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ 2007 സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവിടെ കടന്നു വന്ന ചില വർഷങ്ങൾ അവിടെ പ്രവർത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷമായി ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, പെരിങ്ങോട്ടുകുറിശി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഞാൻ ഇപ്പോൾ താമസിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചർച്ച് മിനിസ്ട്രിക്കായിട്ട് പാലക്കാടേക്ക് വരുന്ന സമയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്റ്റിന്റെ കീഴിലുള്ള പാലക്കാട് സെക്ഷനിൽ ഒരു ശുശ്രൂഷകനായിട്ടാണ് ഞാൻ 2007 പാലക്കാടേക്ക് വീണ്ടും വരുവാനിടയായി തന്നത്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്റ്റിന്റെ പാലക്കാട് സെക്ഷനിലുള്ള പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലുള്ള പരുത്തിപ്പള്ളി എന്ന് പറയുന്ന സഭയോടുള്ള ബന്ധത്തിലാണ് അവിടെ താമസിച്ച് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 9-ലധികം വർഷം കഴിഞ്ഞു. ഇവിടെ പാർത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ദൈവം ചെയ്ത മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് 2005 ഞാൻ നിലമ്പൂര് താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വിവാഹത്തിന് വേണ്ടി കടന്നുപോയ ഒരു സാഹചര്യത്തെ ഞാൻ ഓർക്കുകയാണ്. 2005 മെയ് മാസം 21-ാം തീയതി നിലമ്പൂർ എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ
തിരൂര് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കൊടക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ വൈഫും, അന്ന് എനിക്ക് 2 മക്കളാണുള്ളത്. മൂന്നാമത്തെ മോളെ അന്ന് ഏകദേശം 5.5 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുവാനിടയായി. ഏതാണ്ട് രാവിലെ ഒരു 7:30-8 മണിയോട് അടുത്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട്ടിലേക്ക്, വരന്റെ സഭയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സഞ്ചരിച്ചിരുന്നതായ ടൂറിസ്റ്റ് ബസ് മമ്പാട് എന്ന് പറയുന്ന സ്ഥലം, മലപ്പുറം ജില്ലയിൽ മമ്പാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ എതിരെ വന്ന 2 ബസ്സുകൾ തമ്മിൽ കോമ്പറ്റീഷനായിട്ട് മത്സരിച്ച് വന്ന് പുറകിൽ വന്ന ബസ് മുമ്പിൽ പോയ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത ആ വാഹനത്തെ ഇടിച്ച് ഏകദേശം ഒരു 50 അടി താഴ്ചയിൽ അധികം വരുന്ന ഒരു വലിയ കുഴിയിലേക്ക് ഈ ഞങ്ങൾ യാത്ര ചെയ്ത ബസ് ഒരു 3 പ്രാവശ്യമായി കരണം മറിഞ്ഞ് 50 അടി താഴ്ചയിൽ ചെന്ന് ഈ വാഹനം പതിക്കുവാനിടയായി. ഈ വണ്ടി ഇടിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഈ ബസ് ഇങ്ങനെ കരണം മറിഞ്ഞ് പോകുമ്പോൾ എന്നാലും മിക്സിയിൽ ജ്യൂസ് അടിക്കുന്നത് പോലെ ആളുകളെല്ലാം ഇതിൻ്റെ അകത്ത് കടന്ന് ഇങ്ങനെ കറങ്ങി അവസാനത്തെ സ്ഥലത്ത് ചെന്ന് ഈ വാഹനം നിൽക്കുമ്പോൾ 40-ലധികം ആളുകൾ സഞ്ചരിച്ചിരുന്ന ആ വാഹനത്തിൽ 7-8 പേര് മാത്രമേ ആ വാഹനത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും ഈ ബസ് ഇങ്ങനെ കരണം മറിഞ്ഞു പോകുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടിയതിന് ശേഷം ഈ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് തെറിച്ച് വീഴുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, അന്നത്തെ ആ ആക്സിഡന്റിൽ, ആ അപകടത്തിൽ സ്പോട്ടിൽ തന്നെ 3 പേര് മരണപ്പെടുവാൻ ഇടയായി തീർന്നു. ആ മരണപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ അതിലെ പാസ്റ്റർമാരുണ്ടായിരുന്നു, വിശ്വാസികളുണ്ടായിരുന്നു, പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സ് അടുത്ത് പ്രായമുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്ന ആ വാഹനത്തിൽ പാസ്റ്റേഴ്സിനോ അവരുടെ കുഞ്ഞുങ്ങൾക്കോ ദൈവമക്കൾക്കോ യാതൊരുവിധ അനർത്ഥങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായെങ്കിലും മരണമുണ്ടാകാത്ത നിലയിൽ ദൈവമായ കർത്താവ് കാത്തു സൂക്ഷിക്കുവാനിടയായി തീർന്നു. അത് പറയുന്നത് അന്ന് മരണപ്പെട്ട 3 പേരിൽ 2 അയൽവാസികളായിരിക്കുന്ന 2 മുസ്ലിങ്ങളും ഒരു ഹൈന്ദവ പെൺകുട്ടി, അങ്ങനെ 3 പേരാണ് മരണപ്പെടുവാനിടയായി തീർന്നത്. അത്ര ഭയാനകമായിരിക്കുന്ന ഒരു വലിയ അപകടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അന്ന് എൻ്റെ ഭാര്യ 5.5 മാസം ഇളയ മോളെ ഉദരത്തിലായിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, ഒരു ചെറിയ വീഴ്ച ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായാൽ തന്നെ അത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഈ 50 അടി താഴ്ചയിൽ ഈ ബസ് ഇങ്ങനെ 3 പ്രാവശ്യത്തോളം കരണം മറിഞ്ഞു പോയിട്ടും കുഞ്ഞിനോ എൻ്റെ ഭാര്യയ്ക്കോ യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകുവാൻ ഇടയാകാത്ത നിലയിൽ ദൈവം തമ്പുരാൻ കാക്കുവാനും പരിപാലിപ്പാനും ഇടയായി. ഇതിൻ്റെ അകത്തെ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിള്, അന്ന് എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിള്, ആ ബൈബിളിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് ഞാൻ വാങ്ങിയ ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ആ ബൈബിളിന്റെ മുകളിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം, ആ വാക്യം എൻ്റെ ജീവിതത്തിൽ എന്നും മറക്കാത്തൊരു വാക്യം. ആ വാക്യം ഇതായിരുന്നു, 121-ാം സങ്കീർത്തനത്തിലൊരു വാക്യം: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ആ വാക്യമാണ് അന്ന് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബൈബിളിന്റെ അകത്തുള്ള വാക്യം പുറത്തൊട്ടിച്ചു വെച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമാണ്. അന്നുണ്ടായ ആ അപകടത്തിൽ നിന്ന് യാതൊരു അനർത്ഥവും ഉണ്ടാകാതെ വണ്ണം, യാതൊരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം ഞങ്ങളെ കാക്കുവാൻ ഇടയായി തീർന്നു. ഇത് മാത്രമല്ല,
അന്ന് ഈ അപകടമുണ്ടായ സമയത്ത് എല്ലാ ആളുകളെയും പുറകെ വന്ന ലൈറ്റ് ബസ്സിന്റെ അകത്ത് കയറ്റി കാലുകൾക്കും ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളും ഒക്കെ പറ്റിയ ആളുകളെ എല്ലാം ആ ബസ്സിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യ 5.5 മാസം പ്രഗ്നന്റ് ആണ്. ഈ അപകടത്തിൽപ്പെട്ടിട്ട് തനിയെ ഈ 50 അടി താഴ്ചയിൽ നിന്ന് നടന്ന് മുകളിലെ റോഡിൽ എത്തിയതിനു ശേഷം ഒരു KSRTC ലൈൻ ബസ് വന്നതിൽ കയറി ഞങ്ങളെ അഡ്മിറ്റ് ചെയ്ത ആശുപത്രിയിലെത്തി. ഏകദേശം ഉച്ച വരെ, അതാണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ എത്തുന്ന സമയം ഒരു 9 മണിയോടുകൂടെ, രാവിലെ ഒരു 7 മണി 7:30 യാത്ര ചെയ്തു. ഒരു 3/4 മണിക്കൂറേ ഞങ്ങൾ യാത്ര ചെയ്തുള്ളൂ. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടായ ആളുകളെ അഡ്മിറ്റ് ചെയ്ത കുറച്ച് പേരെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ആളുകളൊക്കെ വലിയ പരിക്കുകളൊന്നും ഇല്ലാത്ത ആളുകളെ മഞ്ചേരിയിലുള്ള ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ എന്നെയും കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. വൈഫ് അവിടെ നിന്ന് നടന്ന് ആശുപത്രി വന്നു. 1 മണി വരെയുള്ള സമയം ഞങ്ങളെ എല്ലാം ശുശ്രൂഷിക്കുക. അപ്പോൾ ആളുകൾ വിചാരിച്ചു, ഡോക്ടർമാരും നഴ്സുമാരും വിചാരിച്ചു ഈ അപകടത്തിൽ പെടാത്ത ആളാണ് എന്ന് കരുതി. എന്നാൽ ഉച്ചയാകാറായപ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ട ആളാണെന്നും 5.5 മാസം പ്രഗ്നന്റ് ആണെന്നുള്ളത് വസ്തുത ഡോക്ടർമാരും നഴ്സുമാരും അറിയുന്നത്. അതുവരെ ഞങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി ഞങ്ങളോടൊപ്പം ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 50 അടി താഴ്ചയിൽ ഈ ബസ്സിൽ നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എൻ്റെ ഇളയ മോളാണ് ഇപ്പോൾ ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ നന്മകളും അനുഭവിക്കാൻ ഇടയായി തോന്നും. ദൈവത്തിന്. അത് മാത്രമല്ല, അന്ന് ഈ അപകടം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. ഈ ഗ്ലാസ് പൊട്ടി ആളുകൾ പുറത്തേക്ക് തെറിച്ചു പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മോൻ ഉണ്ടായിരുന്നു. മോൻ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് സീറ്റിന്റെ അടിയിലേക്ക് പോയി. എൻ്റെ വൈഫിനെ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിനെയും രണ്ടാമത്തെ മോളെയും കാണുന്നില്ല. പരിഭ്രാന്തിയായി. കാരണം എന്ന് വെച്ചാല് ആകെ ബസ്സിന്റെ അകത്ത് 10-40 പേരുണ്ടായിരുന്നതിൽ 7-8 പേര് മാത്രമേ ബസ്സിന്റെ അകത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തെറിച്ചു പോയി. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം പൊട്ടി ഗ്ലാസ്സിലൂടെയാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ മോന് സീറ്റിന്റെ അടി കിടക്കുന്നത് കണ്ടു. ഞാൻ അവനെ ഒരു വിധത്തില് എടുത്ത് പുറത്തിറങ്ങി വന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ മോളെയും എളിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അതിൻ്റെ അകത്ത് വലിയ അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മോൻ തെറിച്ചുപോയി. പക്ഷെ എൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് തെറിച്ചു വീഴാതെ അപ്പോഴും ആ എളിയിൽ തന്നെ, ആ കയ്യിൽ തന്നെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം എല്ലാവരും തെറിച്ചു വീണു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മോനടക്കം തെറിച്ചു വീണു. പക്ഷേ പുള്ളിക്കാരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് അങ്ങനെ തന്നെ ഇങ്ങനെ നടന്നു വരുന്നു. കണ്ടപ്പോൾ ആർക്കും ഒരു വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഏറ്റവും വലിയ ഒരു സംഭവം. ഒത്തിരി അതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറക്കാൻ കഴിയാത്തതും എന്നും ഓർമ്മയിൽ നിൽക്കുന്നതുമായ ഒരു വലിയ സംഭവമായിരുന്നു ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ സംരക്ഷണവും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. അതുമാത്രമല്ല, ഈ അപകടത്തോടുള്ള ബന്ധത്തില് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു നന്മയും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് പറയാം. അന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു വാക്യം എന്ന് പറയുന്നത് റോമാലേഖനത്തിലെ ഒരു വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന ആളുകൾ ചിന്തിക്കും, ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതിൻ്റെ അകത്ത് എന്ത് നന്മയാണുള്ളത് എന്ന് ചിന്തിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, എനിക്കത് വലിയ നന്മയായി തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ദീർഘവർഷങ്ങൾ സൈക്കിൾ ചവിട്ടി കർത്താവിന് വേല ചെയ്യുവാനിടയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ അത് വാങ്ങാനുള്ള യാതൊരു സാഹചര്യമോ സാധ്യതകളോ ഒന്നും ഈ പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു വിധത്തിലും വാങ്ങാനുള്ള സാമ്പത്തികമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ അപകടം ഉണ്ടായ സമയത്ത് അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അന്ന്
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ഒരാൾക്ക് 5000 രൂപ വെച്ച് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുവാനിടയായി തീർന്നു. അങ്ങനെ ഈ അപകടം കഴിഞ്ഞ സമയത്ത് ഏകദേശം 20,000 രൂപയോളം എൻ്റെ കയ്യിൽ ലഭിക്കാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ ഒരു പഴയ ബൈക്ക്, ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് പോയി വാങ്ങണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഈ പൈസയുമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിനിണങ്ങിയ യാതൊരു വാഹനവും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിനിണങ്ങിയില്ല. അപ്പൊ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അന്നത്തെ ദേവദാസന്മാർ ചിലർ പറഞ്ഞു, പക്ഷേ പഴയ വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും അത് പണി വന്ന് അത് ബുദ്ധിമുട്ടാവും, പാസ്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട് സമയം ഉണ്ടാകില്ല, അതുകൊണ്ട് ഏതെല്ലാം എടുക്കുന്നതല്ലേ എന്നാൽ ഒരു പുതിയ ബൈക്ക് എടുക്കാം. അങ്ങനെ അവർ പറഞ്ഞത് പ്രകാരം ഞാൻ നേരെ അന്ന് നിലമ്പൂരുള്ള ഒരു ഷോറൂമിൽ പോയി ഈ ഉള്ള കയ്യിലുള്ള പൈസ കൊടുത്തതിന് ശേഷം ഒരു പുതിയ ബൈക്ക് വാങ്ങി ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഭാര്യ അറിയുന്നത് ഇങ്ങനെ പുതിയ വണ്ടി വാങ്ങിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, ഇതിന്റെ ബാക്കി പൈസ അടവ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. കാരണം അന്ന് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ദൈവം ആ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നീട് അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കും ഭാരമായി, ഇതെന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെ എൻ്റെ ഒരു സ്നേഹിതന്റെ അടുക്കൽ ഞാൻ ഈ വാഹനവുമായിട്ട് കടന്നു ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പക്ഷേ ഈ വാഹനം എങ്ങനെയാ, ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ വാങ്ങാനുണ്ടായ സാഹചര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഒരു 10 മണിയാവുമ്പോൾ ഇന്ന ബാങ്കിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ആ ബാങ്കിൽ ചെന്നു. അദ്ദേഹം എനിക്ക് ആ വാഹനത്തിന്റെ മൊത്തം അടവ് 20,000 രൂപയോളം ബാധ്യതയുണ്ടായിരുന്നു. ആ 20,000 രൂപയും അദ്ദേഹം എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഒരു 10 പൈസ പോലും കടം ആയിട്ട് ഈ വാഹനം എടുക്കണ്ട, ആ പൈസ കൊണ്ട് എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന സമയത്ത് ആ വലിയൊരു ആപത്തിലൂടെ അകപ്പെട്ടെങ്കിൽ പോലും ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു വലിയ അനർത്ഥത്തെ, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയാക്കി മാറ്റുവാൻ, ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായിരിക്കുന്ന ദൈവമക്കളോട്, അല്ലെങ്കിൽ പ്രേക്ഷകരോട് ഞാൻ ഒരു വാക്ക് എൻ്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പങ്കുവയ്ക്കട്ടെ. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് തിന്മയ്ക്കായിട്ടാണെന്നും അത് ദോഷമായിട്ട് തീർന്നു എന്നൊക്കെ നമ്മൾ കരുതുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരും. പക്ഷേ നമ്മൾ വിശ്വസിക്കണം, എത്ര തിന്മയും എത്ര ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്നെല്ലാം നമ്മെ വിടിവെച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നന്മയാക്കി മാറ്റുവാൻ, അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്, എങ്കിലും ഞാൻ ഈ ഒരു കാര്യം മാത്രം ഞാൻ പങ്കുവെക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു മാത്രം. അങ്ങനെ ആ വലിയ അനർത്ഥങ്ങൾ ദൈവം വിടുവിച്ചു. ദൈവം മൂന്നാമത്തെ തലമുറയെ നൽകി. ഇന്ന് ഏകദേശം 20 വയസ്സോളം അവൾക്കായി. ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള വിദ്യാഭ്യാസം പൈതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് ദൈവവേലയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ഒരു നന്മയുടെ സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പരസ്യമായിട്ട് യേശു കർത്താവിനെ പ്രസംഗിക്കുക, അല്ലെങ്കിൽ പരസ്യവും എവിടെ കവലകളിലും നിന്ന് പരസ്യവും പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ദീർഘനാളുകൾ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നു. സ്വന്തമായി പരസ്യവും നടത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകണം. എന്നിട്ട് അയക്കുന്ന ഇടങ്ങളിലെല്ലാം, എവിടെല്ലാം പോയി കവലകളിൽ നിന്ന് പരസ്യമായിട്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ, അങ്ങനെ പ്രസംഗിക്കാൻ ഒരവസരം ദൈവം തന്നിരുന്നെങ്കിൽ എന്ന ഒരു സൗണ്ട് സിസ്റ്റവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള വാഹനമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ദീർഘവർഷങ്ങൾ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അങ്ങനെ
ദൈവമക്കൾ പറയുന്ന പോലെ പിടിച്ചു വെച്ച് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. എനിക്ക് 2020 എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ഒരു ദർശനം, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 27ഓളം പഞ്ചായത്തുകളിൽ ഒരു സുവിശേഷ പ്രവർത്തനങ്ങൾ പോലുമില്ല, ഒരു നാമധേയ ക്രൈസ്തവ സഭകളില്ല. അങ്ങനെയുള്ള ഏകദേശം 27ഓളം പഞ്ചായത്തുകൾ ഇന്നും പാലക്കാട് ജില്ലയിലുണ്ട്. ഞാൻ താമസിക്കുന്ന ഈ ദേശത്ത്, ഈ പെരുങ്ങോട്ടുകുറിശി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൽ ഈ ഒരു സുവിശേഷ പ്രവർത്തനം അല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രവർത്തനമല്ലാതെ മറ്റൊരു പെന്തക്കോസ് പ്രവർത്തനങ്ങളോ മറ്റൊരു സാമുദായിക സഭകളോ CSIയോ മർത്തോമയോ കത്തോലിക്കയോ പോലെയുള്ള ഒരു സഭ പോലും ഈ പഞ്ചായത്തിന്റെ അകത്തില്ല. അതാണ് ഈ ദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു, നമുക്ക് തെക്കൻ തിരുവിതാംകൂറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ തന്നെ 8ഉം 10ഉം 15ഉം സഭകൾ ഉണ്ടാകും. പക്ഷേ പാലക്കാടിന്റെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പറഞ്ഞല്ലോ, 27ലധികം പഞ്ചായത്തുകളിൽ സുവിശേഷ പ്രവർത്തനങ്ങളില്ല. ഉള്ള പഞ്ചായത്തുകളിലാണെങ്കിൽ തന്നെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ 1ഓ 2ഓ പ്രവർത്തനങ്ങൾ, അതിനപ്പുറത്തേക്കില്ല. ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് കൂടുതൽ സഭകളും പ്രവർത്തനങ്ങളും ഉള്ളത്. 2020 എൻ്റെ ഉള്ളിൽ ദൈവം എനിക്കൊരു കാഴ്ചപ്പാട് തന്നു. ഞാൻ ആഗ്രഹിച്ചു, 88 പഞ്ചായത്തുകളും 7 മുനിസിപ്പാലിറ്റിയും പാലക്കാട് ജില്ലയിൽ 28 ലക്ഷത്തിലധികം വരുന്ന ജനമുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം എങ്കിലും കടന്നുപോയി ഒരു 10 സ്ഥലത്തെങ്കിലും പരസ്യങ്ങൾ നടത്തി സുവിശേഷം പറഞ്ഞ് ട്രാക്റ്റുകൾ കൊടുത്ത് ഈ ജില്ല മുഴുവനും ഒന്ന് സുവിശേഷീകരിക്കപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ 2020 ബ്ലസ് പാലക്കാട് എന്ന ഒരു ലേബലിൽ അല്ലെങ്കിൽ ഒരു പേരിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അന്ന് ഈ പ്രവർത്തനം 2020 ആരംഭിക്കുവാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഒരു ആഗ്രഹം ഞാനൊരു വിശ്വാസിയോട് പങ്കുവെച്ചു. അപ്പോൾ ആ കുടുംബം എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങൾ അതിനു വേണ്ടി പ്രതിമാസം ഒരു ചെറിയ സാമ്പത്തിക കൂട്ടായ്മ നൽകാം, പാസ്റ്റർ അത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ സാമ്പത്തിക കൂട്ടായ്മ അവരെനിക്ക് നൽകി. അന്ന് സൗണ്ട് സിസ്റ്റം ഇല്ല, വാഹനമില്ല, കൂടെ പ്രവർത്തിക്കുവാൻ ദൈവദാസന്മാരോ ഒന്നും ഉണ്ടായില്ല. പാലക്കാട് ജില്ലയുടെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയും. നെല്ലിയാമ്പതി ഏകദേശം ഊട്ടിയുടെ കാലാവസ്ഥയാണ്, മഞ്ഞും തണുപ്പുകളും കൂടുതലുള്ള, ഓറഞ്ച് കൃഷികളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. ആ നെല്ലിയാമ്പതിയിലെ 2020 മാർച്ച് മാസത്തിൽ ആ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന മറ്റൊരു ദൈവദാസന്റെ വാഹനവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ സൗണ്ട് സിസ്റ്റമുണ്ട്. അങ്ങനെ ആ സൗണ്ട് സിസ്റ്റവും വിളിച്ച് 3 ദിവസം, മാസത്തിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് മാസത്തിൽ ഒരു 3 ദിവസം പരസ്യങ്ങൾ നടത്തണം, ട്രാക്റ്റുകൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 88 പഞ്ചായത്ത് പൂർത്തീകരിക്കണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും. എങ്കിലും വേണ്ടില്ല എന്നുള്ള ചിന്തയിൽ ആ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം പൂർത്തീകരിച്ച് 3 ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞു. ആ സമയത്താണ് കോവിഡ് വരുവാനിടയായി, ലോക്ക്ഡൗൺ വന്നു. അങ്ങനെ കുറച്ച് മാസത്തേക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയാതെ പോയി. പിന്നെ വീണ്ടും ഇടക്കാലം കൊണ്ട് ആ കോവിഡിന്റെ വലിയ ഒരു ഇത് മാറിയ സമയത്ത് വീണ്ടും ചില പഞ്ചായത്തുകളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകി. അതിന് ശേഷം വീണ്ടും 2ാം ഘട്ടം ലോക്ക്ഡൗൺ വന്നു. വീണ്ടും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി. ആ പ്രവർത്തനം നിന്നു പോകുവാനിടയിൽ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും 2022 ശേഷം ലോക്ക്ഡൗൺ മാറി. ഇന്ന് കാണുന്ന നമ്മുടെ ഈ അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറി. ആ മാറിയ സമയത്ത് വീണ്ടും ആ പ്രവർത്തനം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ ദൈവസന്നദ്ധിയിൽ സന്തോഷത്തോടുകൂടെ അറിയിക്കട്ടെ, പാലക്കാട് ജില്ലയിലുള്ള 88 ഗ്രാമപഞ്ചായത്തുകളിലും 7 മുനിസിപ്പാലിറ്റിയിലും ക്രമീകൃതമായ നിലയിൽ ലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ കൊടുക്കുവാൻ, ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ പരസ്യങ്ങൾ നടത്തുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അന്ന് കൂടെ പ്രവർത്തിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. 3ഓ 4ഓ ദൈവദാസന്മാർ, എൻ്റെ ഏറ്റവും അടുത്തുള്ള ചില ദൈവദാസന്മാരുമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 6 വർഷം ഈ സുവിശേഷ പ്രവർത്തനം പൂർത്തീകരിക്കാൻ 6 വർഷം തുടർച്ചയായിട്ട് ചെയ്യുവാനിടയായി. അത് മാത്രമല്ല, ഈ 88 പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റിയും
സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാം ഘട്ടമായി ഇപ്പോൾ ഏകദേശം 60-ലധികം പഞ്ചായത്തുകളും 7 മുനിസിപ്പാലിറ്റിയും പൂർത്തീകരിക്കാൻ രണ്ടാം ഘട്ടവും കർത്താവ് കൃപ ചെയ്തു. ഇനി ദൈവം അനുവദിച്ചാൽ ഈ വർഷം ഒരു സെപ്റ്റംബർ മാസമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിനുള്ളിലായി രണ്ടാം ഘട്ടം 88 പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റിയും സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാൻ ദൈവം കൃപ ചെയ്താൽ സാധ്യമായി തീരും. അതിൻ്റെ അകത്തെ അത്ഭുതം എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രവർത്തനമായി ചെറിയ കുറച്ചു പേരുമായി ഒരു 4-5 പേരായിട്ട് ഞങ്ങൾ തുടങ്ങി. സൗണ്ട് സിസ്റ്റമില്ല, സംവിധാനമില്ല, മുൻപിൽ അതിനുള്ള യാതൊരു സോഴ്സും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ കൃപയാൽ ദൈവവചനത്തിൽ പറഞ്ഞല്ലോ, തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നവനാണ് നമ്മൾ ദൈവം. ഇന്ന് 2000 വാട്ട്സ് സൗണ്ട് സിസ്റ്റവും യാത്ര ചെയ്യുവാൻ വേണ്ടി ഈ സൗണ്ട് സിസ്റ്റവും ജനറേറ്ററും ഒക്കെ അടങ്ങുന്ന എല്ലാ സംവിധാനങ്ങളും കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു പഴയ വാഹനമാണെങ്കിൽ പോലും ഒരു 8 സീറ്റ് വണ്ടി ദൈവം തമ്പുരാൻ നൽകുവാൻ ഇടയായി തീർന്നു. അത് മാത്രമല്ല, ഇന്ന് 40ഓളം ദൈവദാസന്മാർ ഈ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീരുവാൻ ഇടയാക്കി. ഇന്ന് ബ്ലസ് പാലക്കാട് എന്ന പേരിൽ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ 40ഓളം ദൈവദാസന്മാർ ഓരോ മാസത്തെയും ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് 20 പേരെങ്കിലും പങ്കെടുക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച സമയത്ത് അന്ന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ആ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സപ്പോർട്ട് പിൻവലിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ഈ എല്ലാ പഞ്ചായത്തും പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാ മുനിസിപ്പാലിറ്റിയും പൂർത്തീകരിച്ചതിന് ശേഷം തുടർന്ന് എങ്ങനെ ഈ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 3-4 മാസം മുൻപ് ഞങ്ങളുടെ ഈ ടീം പ്രവർത്തനത്തിൽ ഒരു സഹോദരൻ വന്ന് ജോയിൻ ചെയ്യുവാനിടയായി. അദ്ദേഹം ഒരു 3-4-5 മാസത്തോളം അവസാന സമയത്ത് പൂർത്തീകരിക്കപ്പെടുന്ന ആ സമയത്ത് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, പക്ഷേ ഈ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, രണ്ടാം ഘട്ടം പോകാത്ത ഉൾഗ്രാമങ്ങളുണ്ട്, കോളനികളുണ്ട്, വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളുണ്ട്, അവിടെ എല്ലാം പോയി ട്രാക്റ്റ് കൊടുക്കണമെന്നും സുവിശേഷം പങ്കുവെക്കണമെന്നും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഈ രണ്ടാം ഘട്ടം ഈ ബ്ലസ് പാലക്കാടിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് വരെ എനിക്ക് ദൈവം നൽകിയ ഒരു ജോലിയുണ്ട്. ആ ജോലി ഉള്ളിടത്തോളം കാലം അതിനെത്ര സാമ്പത്തിക ആവശ്യം വന്നാലും ഞാൻ അത് നൽകിക്കൊള്ളാന്ന് പറയാനിടയായി. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പ്രവർത്തനം രണ്ടാം ഘട്ടം ഇത്രത്തോളം നടത്താൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ആരംഭത്തില് സൗണ്ട് സിസ്റ്റമോ വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ 2 ബോക്സ് വാങ്ങി, ഒരു 400 വാട്ട്സിന്റെ 2 ബോക്സ് വാങ്ങി, ഒരു 1000-ന്റെ ഒരു ചെറിയ ജനറേറ്റർ വാങ്ങാൻ കർത്താവ്, ഇതൊക്കെ ഒന്നിച്ചല്ല പല ഘട്ടങ്ങളായി, ഒരു ചെറിയ മിക്സർ വാങ്ങാനിടയായി, ചെറിയൊരു ആംപ്ലിഫയർ വാങ്ങി. ഇങ്ങനെ ചെറിയൊരു സംവിധാനമായിട്ടാണ് ആരംഭ കാലഘട്ടങ്ങളിൽ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുവാനും ലഭ്യമാകുവാനും ഇടയായി തീർന്നത്. ഒരിക്കലെ ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസത്തില് ഞാൻ പാലക്കാട് ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിൽ ഒരു 4 ദിവസം വീതം, ഓരോ ജില്ലയിലും 4 ദിവസം വീതം സന്ദേശം അറിയിക്കുവാൻ വേണ്ടി പരസ്യം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു. ആ പോകുന്ന സമയത്ത് ഞാൻ ഈ 1000 വാട്ട്സ് ജനറേറ്ററിനപ്പുറത്ത് 2000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം എടുത്തു. അപ്പോൾ ഈ 1000 വാട്ട്സ് ജനറേറ്ററിൽ അത് ഓടത്തില്ല, അത് വർക്ക് ചെയ്യില്ല. ഒരു 3000 ജനറേറ്ററെങ്കിലും അതിനാവശ്യമുണ്ട്. അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയ സമയത്ത് വാടകയ്ക്ക് എടുത്തുകൊണ്ട്, ജനറേറ്റർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് കടന്നു പോകാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് ജനറേറ്ററിന് വാടക എത്രയാകും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പേരുടെ 1000 രൂപ വരും എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, വാടകയ്ക്ക് ജനറേറ്റർ എടുക്കണ്ട, 3000-ന്റെ ഒരു ജനറേറ്ററിന് എത്ര രൂപയാകും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചിട്ട് പറഞ്ഞു, 1,30,000 രൂപയാകും എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്കത് വാങ്ങിച്ചെടുക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, വാടകയ്ക്ക് എടുക്കണ്ട പാസ്റ്റർ,
റെഡി ക്യാഷായിട്ട് പാസ്റ്റർ എങ്ങനെ വേണമെങ്കിലും എടുത്തു. അതിൻ്റെ 1,30,000 രൂപ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. ആ സുഖം തന്നെ എനിക്കത് വാങ്ങിത്തരാൻ ഇടയായി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെറിയ രീതിയിൽ, എളിയ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയ സംരംഭങ്ങളെ, ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം. വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാലമായ സ്ഥലത്താക്കി. എൻ്റെ ജീവിതാനുഭവത്തിൽ, എൻ്റെ മിനിസ്ട്രിയോടുള്ള, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷീകരണ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒരു സാധ്യതകളും ഇല്ലാതിരുന്ന സമയത്ത് ഈ 6 വർഷങ്ങൾ കൊണ്ട് പാലക്കാട് ജില്ലയുടെ എല്ലാ മുക്കിലും മൂലയിലും സുവിശേഷവുമായി കടന്നു പോകുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രവർത്തനവും, ഓരോ ദിവസവും 20-ലധികം വരുന്ന ദൈവദാസന്മാർ കൂടെ വരികയും 3 ദിവസം 4 ദിവസം പ്രവർത്തിക്കുന്നു. ദൈവം ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മാസം പോലും ആ പ്രവർത്തനം നിന്നു പോകാത്ത നിലയിൽ കർത്താവ് അതിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസമാകുമ്പോഴത്തേക്കിന് 2ാം ഘട്ടവും ആ സുവിശേഷ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, പ്ലസ് പാലക്കാട് എന്ന നിലയിൽ ഈ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ചില മാസങ്ങളായി എല്ലാ മാസവും 3 ദിവസമോ 4 ദിവസമോ പാലക്കാട് ജില്ല കൂടാതെ വയനാട്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലയിലേക്കും സുവിശേഷവുമായി കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിൽ 3 ദിവസം കടന്നുപോയി ട്രാക്റ്റുകൾ കൊടുക്കുവാൻ പരിശോധന നടത്താൻ കർത്താവ് ഇടയാക്കി. ദൈവഹിതമായാൽ അടുത്ത മാസം ഏപ്രിൽ മാസം 6, 7, 8, 9 തീയതികളിൽ 4 ദിവസം കോഴിക്കോട് ജില്ലയിൽ പരസ്യയോഗത്തിനായിട്ടും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ടും കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്വന്തം. ഞാൻ ഇങ്ങനെ ഈ ട്രാക്റ്റുകൾ കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും, പല ആളുകളിൽ നിന്നും ട്രാക്റ്റുകൾ ഇങ്ങനെ വാങ്ങുവാൻ ഇടയായി തോന്നും. ചില ട്രാക്റ്റുകളൊക്കെ നമുക്ക് പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ചില ട്രാക്റ്റുകളും, പേപ്പർ ആണെങ്കിൽ ചില സമയത്ത് ക്വാളിറ്റികളൊന്നും ഇല്ലാത്ത ട്രാക്റ്റുകളൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്റേ ഒരു നല്ല ട്രാക്റ്റ് അടിക്കുക, പാസ്റ്ററുടെ ഒരു ഫോൺ നമ്പരോ അല്ലെങ്കിൽ ആരുടെയും ഒരു കോൺടാക്ട് നമ്പർ വെച്ച് അതിന് എത്ര രൂപയാകും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ എല്ലാ 3 മാസം കൂടുമ്പോഴും 20,000 ട്രാക്റ്റ് വെച്ച് അടിച്ചുകൊണ്ട് ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം, ഈ മാസം ദൈവത്തിന്റെ കൃപയാൽ എന്നോട് പറഞ്ഞു, 20,000 എന്നുള്ളത് കുറച്ചും കൂടെ കൂട്ടി അടിച്ചു, 30,000 ട്രാക്റ്റ് അടിക്കുക പാസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ 30,000 ട്രാക്റ്റാണ് ഈ മാസം അടിച്ച്, ഏകദേശം നല്ല ഒരു എമൗണ്ട് അതിനുണ്ട്, അത് അടിച്ച് കൈവശം വെക്കുവാൻ ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോൾ 20,000 ട്രാക്റ്റിലധികമായിട്ട് ഓരോ ജില്ലകളിലും പോയി ട്രാക്റ്റുകൾ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരുപക്ഷെ നമ്മളിങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് പല റിസൾട്ടുകൾ കാണുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ആളുകൾ മുൻപോട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നത് കാണാനിടയായിട്ടുണ്ട്. ചില ആളുകൾ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ട് കടന്നു വരുന്നത് കാണുവാനിടയായി തീർന്നു. ചില വീടുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം പല നിലകളിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലെ വലിയ ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്നും ദൈവത്തിന്റെ കൃപയാൽ സന്തോഷത്തോട് പറയട്ടെ, അയക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം കടന്നുപോയി യേശു കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും ജീവിതത്തോടുള്ള ബന്ധത്തിലും ദൈവം ചെയ്തിട്ടുള്ളതായ അത്ഭുതങ്ങൾ അനവധിയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ തലമുറകളോടുള്ള ബന്ധത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് പറയുവാൻ കഴിയും. ഞാൻ 94-ൽ ഒരു ചെറിയ സൂട്ട് കേസ്, ഒരു സ്പൂണ്, ഒരു ചട്ടകം, ഒരു ഗ്ലാസ്, ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ്, ഒരു സൂട്ട് കേസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫൈബറിന്റെ സൂട്ട് കേസ് അല്ല, പ്ലൈവുഡിന്റെ മുകളിൽ റെക്സിൻ കവർ ചെയ്തിട്ടുള്ള ഒരു സൂട്ട് കേസുമായി ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി 21-ാമത്തെ വയസ്സിൽ
പാലക്കാട് ജില്ലയിൽ കടന്നു വന്ന വ്യക്തിയാണ്. തിരിച്ച് നാട്ടിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ഒരു ചിന്ത ഇന്ന വരെ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഒരു ഭൗതികമായിരിക്കുന്ന നന്മ പ്രതീക്ഷിച്ച് ഒരു വലിയ സഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇന്നും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ വളരെ വിശ്വാസ സമൂഹം ഇല്ലാത്ത ഈ അക്രൈസ്തവ മേഖലയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശത്താണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ വരുന്നത്. ഇന്ന് ഏകദേശം 32ഓളം വർഷം കഴിഞ്ഞു. എന്നെ കണ്ടാൽ ഒരു 65 വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ട് എല്ലാവർക്കും. എൻ്റെ പ്രേക്ഷകരെ, എനിക്ക് 53 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതാണ് ഞാൻ കണക്ക് പറഞ്ഞത്. 21-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പാലക്കാട് ജില്ലയിൽ വന്നു. 32 വർഷമായി കർത്താവിന്റെ വേല പാലക്കാട് ജില്ലയിൽ മാത്രമല്ല മലബാറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ആയുസ്സും ആരോഗ്യം നൽകിയാൽ മലബാറാണ് എൻ്റെ ലക്ഷ്യം, പാലക്കാട് ജില്ലയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ആഗ്രഹം സുവിശേഷം കേൾക്കാത്ത ആളുകൾ സുവിശേഷം കേൾക്കുക എന്നുള്ളതാണ്. അതാവോളം ആയുസ്സും ആരോഗ്യവും നൽകുന്ന സമയത്തോളം ചെയ്യുക എന്നുള്ളതാണ്. ശാരീരികമായ ബലഹീനതകളൊക്കെ പലതും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒന്ന് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത സമയത്ത് 505 ആയിട്ടുള്ളൂ. അപ്പൊ ഞാന് നേഴ്സിനോട് പറഞ്ഞു, ചിലപ്പം അത് മെഷീന്റെ കംപ്ലൈന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കൂടെ വന്ന 2 ദേവദാസന്മാര് മെഷീന്റെ കംപ്ലൈന്റ് ആണോ എന്നറിയാൻ വേണ്ടി അവരും പരിശോധിച്ചു. അവര് പരിശോധിച്ചപ്പോൾ ഒരാൾക്ക് 130, അതേ മെഷീനിൽ തന്നെയാണ്. വേറൊരാൾക്ക് 200 സംതിങ്ങേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ മെഷീന് കംപ്ലൈന്റ് ഒന്നുമില്ല, അവർക്കൊക്കെ 130ഉം 200 സംതിങ്ങേ ഉള്ളൂ, അതുകൊണ്ട് പാസ്റ്റർക്ക് മാത്രമാണ് 505 എന്ന് പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. അതൊന്നും വലിയ കാര്യമാക്കുന്നുമില്ല. കാരണം മരണത്തെ ഒത്തിരി മുൻപിൽ കണ്ട് മരണത്തിന്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിട്ട് ദൈവം വിടുവിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ഒരനുഭവം കൂടെ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്, ഒരിക്കലും എനിക്ക് ശക്തമായ കോവിഡ് ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയം, ഒരാൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. ഞാൻ സഹിക്കാൻ പറ്റാതെ, എനിക്ക് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, അതുപോലെ ശക്തമായ വയറുവേദന ഉണ്ടായി. ഞാൻ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവര് പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേക്ക് കുറിച്ച് തന്നു. ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. തിരിച്ച് റിസൾട്ടുമായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞത് എക്സ്റേക്കകത്ത് ഇതിന്റെ വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഒരു CT സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ ഈ കോവിഡിന്റെ സമയമായതുകൊണ്ട് കാര്യമായ ചികിത്സകളോ ഡോക്ടർമാരും പരിശോധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പാലക്കാട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു സർജനെ പോയി കണ്ടു. സർജൻ പെട്ടെന്ന് CT സ്കാൻ ചെയ്യാൻ വേണ്ടി എഴുതി തന്നു. പിറ്റേ ദിവസം ഞാൻ പോയി CT സ്കാൻ ചെയ്ത് അതിന്റെ റിസൾട്ടുമായിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പൻഡിക്സിന്റെ അത് പഴുത്ത് അത് പൊട്ടാറായി വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ റിസൾട്ടുമായിട്ട് ചെന്ന അന്ന് തന്നെ എന്നോട് പറഞ്ഞു, ഇനി തിരിച്ചു പോകണ്ട, അതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കി, നാളെ രാവിലെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ യാതൊരു ഓപ്പറേഷൻ അങ്ങനെ ഒരു ചിന്തയോടും മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി. കോവിഡിന്റെ സമയമാണ്. അന്ന് അവിടെ അഡ്മിറ്റ് ആക്കി. നാളെ രാവിലത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ, ഡോക്ടർ അറ്റൻഡറെ വിട്ടിട്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അതിനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ നിമിത്തം അതിനുള്ള ചെറിയ സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്തു. അന്ന് 8 മണിയായപ്പോൾ എന്നെ ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷൻ ചെയ്യാനിടയായി തീർന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ചില ദിവസങ്ങൾ അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. കോവിഡ് സമയമാണ്. ആർക്കും വന്നൊന്ന് കാണാനോ സഹകരിക്കാനോ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അത്ഭുതം എന്ന് പറഞ്ഞിട്ട് പ്രിയ അരോമ ടിവിയിലുള്ള പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു ഏകദേശം ഒരു 3-4 മാസത്തോളം ഈ ഓപ്പറേഷനോടുള്ള ബന്ധത്തിൽ
വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. ഓപ്പറേഷൻ ചെയ്ത് ഈ പഴുപ്പിന്റെ കൂടുതൽ കാരണം കൊണ്ട് 2 ട്യൂബ് പഴുപ്പ് പോകാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ ഇട്ട് ഒരു പ്ലാസ്റ്റിക് സഞ്ചി പോലെ അതിൻ്റെ അകത്ത് ഇട്ട് ഇതിൽ നിന്നിങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്തെടുത്ത ആ ഒരു ഇത് വൈഫിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് പൊട്ടിയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു, മരണം വരെ സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയാനിടയായി. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം സഹായിച്ചു, ദൈവം കരുതി ആരോഗ്യത്തോടെ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വിശ്രമിച്ച ആ സമയമൊക്കെ ദൈവം അത്ഭുതകരമായ നിലയിൽ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ അനുഭവിക്കാനിടയാകാത്ത നിലയിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് കരുതുവാനിടയായി തന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ നന്മയും എത്രമാത്രം വലിയതാണ് എന്ന് തിരിച്ചറിയുവാൻ ഇടയായ നിമിഷമായിരുന്നു അത്. അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ജീവിത സാഹചര്യം ഉണ്ടായത് ഈ 2ാം ഘട്ടം കോവിഡ് വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വൈഫിനും കുഞ്ഞുങ്ങൾക്കും എനിക്കും കോവിഡ് പിടിക്കുവാനിടയായി തീർന്നു. എന്നാലേ കുഞ്ഞുങ്ങൾക്കും വൈഫിനും വലിയ ശാരീരികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുവാൻ ഇടയായില്ല. എന്നാൽ എനിക്ക് ശക്തമായ പ്രയാസങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. എൻ്റെ ശരീരമെല്ലാം തണുത്ത്, എൻ്റെ ശരീരമെല്ലാം വളരെ ക്ഷീണാവസ്ഥയിലായി. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പെട്ടെന്ന് ഇവിടുന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഒരു വലിയ 407 ടെമ്പോ ട്രാവലർ ആംബുലൻസ് അങ്ങനെ അവിടുന്ന് വന്ന് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും എല്ലാം നോക്കി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ശാരീരിക അസ്വസ്ഥതയോടുകൂടെ എന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയപ്പോൾ നാട്ടുകാരെല്ലാം റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആർക്കും അടുത്തു വരാൻ പറ്റാത്ത വല്ലാത്ത ആ ഭീകരമായ അന്തരീക്ഷത്തിൽ കോവിഡ് നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കാനിടയായി തന്നത്. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കോവിഡ് പേഷ്യന്റുകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. ഏകദേശം 8 ദിവസത്തോളം ഓക്സിജന്റെ സഹായത്തോടുകൂടെ 24 മണിക്കൂറും ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലാതെ ഓക്സിജന്റെ മാസ്ക് ഊരാൻ പറ്റാത്ത നിലയിൽ ഒരാളോട് സംസാരിക്കാനോ ഫോൺ വിളിക്കാനോ ഒന്നും പറ്റാത്ത നിലയിൽ ഒരേ കിടപ്പ് അങ്ങനെ കിടക്കുവാനിടയായി തീർന്നു. അങ്ങനെ 8 ദിവസം ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടെ ഞാൻ അവിടെ കിടന്നു. 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നോർമൽ ബ്രീത്തിങ് ലെവലിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. വീണ്ടും 5 ദിവസം കൂടെ അവിടെ കടന്നു. അങ്ങനെ 13ാമത്തെ ദിവസം പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിച്ചു, ദൈവമേ ആയുസ്സും ഒക്കെ തീരുകയാണോ? കാരണം ഞാൻ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് കിടന്ന 2 പേര് ഒരു ദിവസം മരിച്ചു. ഞാൻ കിടന്ന ബെഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 2 പേര് മരണപ്പെട്ടു. അപ്പൊ ഞാൻ എന്നിട്ട് അവരെ ഒരു വലിയ ടാർപോളിൻ ഒരു കവറിന്റെ അകത്തേക്ക് കയറ്റി ആ സിബ് ഇട്ട് ഇങ്ങനെ നമ്മളെ ഈ ബാഗിന്റെ ഒക്കെ സിബ് ഇടുന്നത് പോലെ ആ ബോഡി ആ കവറിൽ കയറ്റി സിബ് ഇടുന്നതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടു. പ്രൈസ് ലോർഡ്. എന്നാൽ ഒരു പോളിത്തീൻ കവറിന്റെ അകത്ത് കയറി സിബ് ഇടാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവാരോഗ്യത്തോടെ ദൈവബലത്തോടെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുവാനിടയായി. ഞാൻ അന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. കർത്താവേ, ഇനി എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. എത്ര ആയുസ്സുണ്ടെങ്കിലും എത്ര ആരോഗ്യമുണ്ടെങ്കിലും സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി എവിടെയെല്ലാം ഓടാൻ പറ്റുമോ, എവിടെയെല്ലാം യാത്ര ചെയ്യാൻ പറ്റുമോ, അവിടെ എല്ലാം പോയി സുവിശേഷം പറയണം, സുവിശേഷം പ്രസംഗിക്കണം, ആവുന്ന നിലയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും. കാരണം മനുഷ്യന്റെ അവസ്ഥകള്, മനുഷ്യന്റെ ആരോഗ്യം, മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യം എപ്പോൾ എങ്ങനെയെന്നൊന്നും നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, വിളിച്ചവന്റെ വേല കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. വിശ്വസിക്കുന്നവരെ പ്രാപിക്കും, വിശ്വസിക്കാത്തവർ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം, ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ആത്മാവിന്റെ ആ വലിയ നിയോഗം, രക്ഷിക്കപ്പെടാത്ത
ദൈവത്തെ അറിയാത്ത, കർത്താവിനെ അറിയാത്ത, മാനസാന്തരപ്പെടാത്ത ആളുകളോട് നമുക്ക് സുവിശേഷം പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ, ആമേൻ, അതിൽ നമ്മൾ ഉദാസീനത പുലർത്തുകയാണെങ്കിൽ, അതിൽ നമ്മൾ വീഴ്ചകൾ വരുത്തുകയാണെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും നമുക്ക് നൽകിയ സമയത്തിന്, ദൈവം നമുക്ക് നൽകിയ ആരോഗ്യത്തിന്, ദൈവം നമുക്ക് നൽകിയ ആയുസ്സിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കുന്ന സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നാം അതേ മറുപടി പറയേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നൽകുന്ന നിയോഗങ്ങൾക്ക് അനുസൃതമായ നിലയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മാത്രമല്ല, പലയിടങ്ങളിലും ദൈവം നൽകിയിരിക്കുന്ന സമയത്തിന്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട്, ആയുസിന്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് അയക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിന്റെ കൃപയാൽ ഞാൻ ശരണം. അപ്പൊ എന്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിൽ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള വലിയ ഉത്തരവാദിത്വത്തെ ദൈവം നമ്മുടെ മേൽ ഭരം ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് കർത്താവിന്റെ നാമത്തെ നമ്മുടെ ആയുസ്സിൽ ഉയർത്തുവാനും കർത്താവിന്റെ നാമത്തെ അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകുവാൻ ഇടയാകട്ടെ. നമ്മളെ പോലെ എത്രയോ ആയിരങ്ങൾ, കർത്താവിനെ അറിയാത്ത എത്രയോ ആയിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ജില്ലയിൽ കിടക്കുമ്പോൾ നമുക്ക് ആമീൻ കർത്താവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമീൻ, എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പങ്കുവെക്കുവാൻ ആരോമ ടിവിയിലുള്ള കർത്താവിന്റെ ദാസൻ നൽകിയ ഈ അവസരത്തെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ചതായ ശുശ്രൂഷകളെയും സഭയെയും ഈ പ്രത്യേകിച്ച് ഈ ദേശത്തെ ഓർത്തുകൊണ്ട് ദൈവമക്കളും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളെ ഓർത്തുകൊണ്ടും ആമേൻ ആരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ടും പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ടും ഒരു വാക്ക് ദൈവസനയിൽ പ്രാർത്ഥിച്ച് ഈ സന്ദേശം അല്ലെങ്കിൽ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും ഞാൻ താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. എൻ്റെ ഈ സാക്ഷ്യം ആമേൻ ദൈവജനത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരാശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധിയുടെ, ആമേൻ കഷ്ടതയുടെ, വേദനയുടെ, അനിശ്ചിതത്വത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പ്രചോദനമായി, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ആമേൻ ഈ ഒരു സന്ദേശം, ഈ ഒരു സാക്ഷ്യം മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ ആരോമ ടിവിയുമായി പരിചയപ്പെടുത്തിയത് ഇവിടെ അടുത്ത് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ജോമോൻ ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ IPC മീനാക്ഷിപുരം സെന്ററിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യവും കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് ആരോമ ടിവിയിൽ ഇവിടെ കാണുവാനും കേൾക്കുവാനും കർത്താവ് ഇടയാക്കി. ആ കർത്താവിന്റെ ദാസനാണ് ഇങ്ങനെ പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററുമായിട്ട് എന്നെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നത്. എന്നാൽ കർത്താവിന്റെ ദാസനെ നന്നായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളൊക്കെ ഫോൺ വിളിക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു അവസരം, ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ, ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട്, ആരോമ ടിവിയോടുള്ള പ്രേക്ഷകരോടുള്ള എല്ലാ കൃതജ്ഞതകളും നന്ദിയും പ്രകാശിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സന്ദേശം, ഈ സാക്ഷി ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ആരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങളെ ഈ മീഡിയയിലൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കുമായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർ ഓർത്തുകൊണ്ട്, കുടുംബത്തെ ഓർത്തുകൊണ്ട്, ഈ മിനിസ്ട്രിയെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകരുടെ അടുക്കൽ അനേകരുടെ ജീവിത അനുഭവങ്ങളെ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. പ്രേക്ഷകരായിരിക്കുന്ന ആരോമ ടിവിയുടെ പ്രേക്ഷകർ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ആരെല്ലാം കേൾക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ, ഒരു നന്മയുണ്ടാകുവാൻ
കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു ആത്മദാഹം ഉണ്ടാകുവാൻ, ഒരു ആഹ്വാനമായി തീരുവാൻ ഈ സാക്ഷി നിമിത്തം ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. മഹത്വമെല്ലാം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തില് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ആ ദൈവീയ പദ്ധതികളിലൂടെ, ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞെന്ന് വരികയില്ല. അതിൻ്റെ അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ, ഇതിനായിരുന്നോ ദൈവം എന്നെ ഈ പാതകളിലൂടെയൊക്കെ വഴി നടത്തിയത് എന്ന്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജോസഫിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ദർശനം കൊടുത്തിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് സ്വന്തം സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റില് എറിയപ്പെട്ടു. മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് പൊത്തിഫറിന്റെ ഭവനത്തിൽ പോയി, കാരാഗ്രഹത്തിൽ പോയി. ഇങ്ങനെ വിവിധ അനുഭവങ്ങളിലൂടെ പോയപ്പോൾ ഒരുപക്ഷെങ്കിൽ എപ്പോഴെങ്കിലും ജോസഫ് ചിന്തിച്ചു കാണും, കർത്താവേ, അങ്ങ് എന്നെ വിളിച്ചത്, അല്ല അങ്ങ് എനിക്ക് തന്ന ദർശനം ഇങ്ങനെയാണോ എൻ്റെ ജീവിതത്തില് എന്ന് തോന്നിക്കാണും. എന്നാൽ ഈ പാതകളൊക്കെ തൻ്റെ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ടതിൻ്റെ പിന്നിലുള്ള ചില കാര്യങ്ങളുണ്ട്. ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്നത് നമ്മുടെ മുൻപിൽ കിടക്കുന്നതായ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്പം വൈകിയേക്കാം. എന്നാൽ ചില സാഹചര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടഞ്ഞ ചില വാതിലുകളെ തുറക്കുവാൻ, ചില പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതായ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനാണെന്ന് പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് അനുഭവസ്ഥരാണ്. തിരുവെഴുത്തുകളിലൂടെ നീളവാദ്യോടന്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ, സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ദൈവഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇന്നും തത്തുല്യമായ സാഹചര്യങ്ങളിലൂടെ ദൈവദാസന്മാർ, ദൈവമക്കൾ, ക്രിസ്തു ശിഷ്യന്മാർ കർത്തൃ ശുശ്രൂഷയിലെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ സെബാസ്റ്റ്യൻ പാസ്റ്റർ നന്നേ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു. ഒരു നിയോഗം തന്നു, ഒരു അഭിഷേകം തന്നു. ദൈവത്തിന്റെ വചനം പഠിച്ചു. രക്ഷയുടെ പൂർണ്ണ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. ശുശ്രൂഷയ്ക്കായിട്ട് പാലക്കാടൻ, അതായത് കേരളത്തിന്റെ തന്നെ ഒരു വരണ്ട അനുഭവമുള്ള, പ്രത്യേകിച്ച് അക്ഷരീയമായി നോക്കിയാലും ഏറെ ചൂടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ആത്മീയമായി നോക്കിയാലും ഒരു വരണ്ട മരുഭൂമിയുടെ അനുഭവമാണ് പാലക്കാടിന് പൊതുവെ ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പാലക്കാട് ഇന്നും സുവിശേഷം കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ദൈവസഭകളില്ലാത്ത, അല്ലെങ്കിൽ ദൈവമക്കൾ ഇല്ലാത്ത എത്രയോ ഭവനങ്ങൾ, അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, വാർഡുകൾ ഇനിയും ഒരു പക്ഷെങ്കിൽ ആ പാലക്കാട് ഉണ്ടാകുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടേക്ക് ആ ഒരു ദൗത്യവുമായിട്ട് കർത്താവിൻ്റെ ദാസൻ ആമേനെ അനേക ഭവനങ്ങളിൽ കയറിയിറങ്ങി ആയിരക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം പറയുവാൻ, ആ പഞ്ചായത്തുകളിലൊക്കെയും സന്ദർശിക്കുവാൻ, ഓരോ വാർഡുകൾ സന്ദർശിക്കുവാൻ, ഓരോ വീടുകളും കയറി ഇറങ്ങുവാൻ കർത്താവ് നിയോഗിച്ചു. അത് വലിയൊരു ദൗത്യമാണ്. ഒരു പക്ഷെങ്കിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന പ്രിയപ്പെട്ടവർക്ക് പോലും അറിയാത്ത മേഖലകള് അവിടെയുള്ള ആ ഗ്രാമങ്ങളില്, അല്ലെങ്കിൽ അവിടെയുള്ളതായ ഉൾനാടൻ പ്രദേശങ്ങളിൽ കാണുമായിരിക്കും. അവിടെ പോലും ദൈവദാസന്മാരെ ദൈവം അയച്ച് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ളതായ സന്ദർഭങ്ങള്, അതുപോലെ പട്ടിണി, ദാരിദ്ര്യം, രോഗം, പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിച്ച സന്ദർഭങ്ങളിലൊക്കെ പാലക്കാട്ട് സുവിശേഷ ദൗത്യവുമായി അനേക പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ച് അയച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രിയ സെബാസ്റ്റ്യൻ പാസ്റ്റർക്കും
കുടുംബത്തിനും സഹപ്രവർത്തകർക്കും ആ പാലക്കാടിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ആ ശുശ്രൂഷയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതാണ് ദൈവദാസനെ ആമേന് ഏറ്റവും വളരെ പ്രസിദ്ധവും ദൈവം പ്രസാദിക്കുന്നതുമായ കാര്യങ്ങൾ ആമേനെ എന്നിത്തരണത്തിൽ ഓർപ്പിക്കട്ടെ. കേരളം അല്ലെങ്കിൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇനിയും ഏറെ പഞ്ചായത്തുകളിൽ സുവിശേഷം എത്തേണ്ടതായിട്ടുണ്ട്. ഏറെ പഞ്ചായത്തുകളില് സഭകൾ, ദൈവ ആലയങ്ങൾ, ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ദൈവദാസന്മാർ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവർ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തില് ചില വർഷങ്ങൾക്ക് മുന്നമേ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ളതായ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ളതായ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയർ, പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ആ സന്ദർഭങ്ങളിലൊക്കെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രിയ സെബാസ്റ്റ്യൻ പാസ്റ്ററൊക്കെ കോണ്ടാക്ട് ചെയ്യുവാന് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവിടെയുള്ള കാര്യങ്ങള്, കണക്കുകളൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കേരളത്തിൽ ഇനിയും എത്രയോ പഞ്ചായത്തുകളില് സുവിശേഷം എത്തുവാൻ ബാക്കിയാണ്. എത്രയോ പഞ്ചായത്തുകളില് ഇനിയും ദൈവസഭകൾ ഇല്ലാതെ ശൂന്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് മരുഭൂമിയുടെ ആക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ട്. ഏതാണ്ട് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40% പഞ്ചായത്തുകളില് ഇനിയും ദൈവസഭകൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. 20% പഞ്ചായത്തുകളിൽ സുവിശേഷം ഇനി എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയുവാൻ. അങ്ങനെയുള്ള പഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്നത്. അത് വടക്കൻ ജില്ലകളിൽ മാത്രമല്ല, തെക്കൻ ജില്ലകളിലും ചില സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പഞ്ചായത്തുകൾ ഉണ്ട് എന്ന് തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ശക്തമായി ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത് നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ. അനുകൂലമായ സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലയേറിയ സമയം വേർതിരിച്ച് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം. തിങ്കളാഴ്ച തോറും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയില് നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.